ഫസ്റ്റ് മെഷീൻ ഓഫ് ചെയ്യാം. അതിനുശേഷം കാറ്റഗറി റിമൂവ് ചെയ്യാം. എന്നിട്ട് കാറ്റഗറിൻ്റെ ഈ ഹെഡാണ് ക്ലീൻ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഹെഡ് ക്ലീൻ ചെയ്യണതൊപ്പം തന്നെ ഈ പോർഷൻസ്, ഈ കോണ്ടാക്ട് ചെയ്യണ പോയിന്റ്സ്, അവിടെ ഇങ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് തന്നെ ക്ലീൻ ചെയ്യും. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യണത് SP58 NC തിന്നറാണ്. ഷീലാക്കിൻ്റെ SP58 NC തിന്നർ, അല്ലെങ്കിൽ റബ്ബിംഗ് ആൽക്കഹോളും യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഒരു ക്ലോത്ത് എടുക്കുക, 2 ഡ്രോപ്പ് SP തിന്നർ ഒഴിക്കുക. നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ഒരുപാട് ബലം കൊടുത്ത് ക്ലീൻ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ക് പോക്കോളും. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഈ ഹെഡിനകത്ത് ചെറിയ ക്ലോഗിങ് ഒക്കെ ആണ് ഉള്ളെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ടിഷ്യൂ പേപ്പർ എടുക്കും. ടിഷ്യൂ പേപ്പറിൽ ജസ്റ്റ് വൈപ്പ് ചെയ്യുകയാണ് ചെയ്യാറ്. ഇതുപോലെ ഹെഡ് ലെഫ്റ്റ് റൈറ്റ് നോസിൽസ് ആണിത്. ഇതിൻ്റെ നേരെ നമ്മൾ താഴത്തേക്ക് പ്രസ് ചെയ്തിട്ട്, ഓവറായിട്ട് പ്രസ് ചെയ്യണ്ട, ജെന്റിലായിട്ട് പ്രസ് ചെയ്ത് വൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്തൊന്നും പ്രോപ്പറായിട്ട് ഇങ്ക് വന്നല്ലോ. ലെഫ്റ്റ് നോസിലും റൈറ്റ് നോസിലും ആണിത്. അതിനകത്ത് ലെഫ്റ്റ് നോസിൽ ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല, റൈറ്റ് നോസിൽ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് നമ്മളിങ്ങനെ വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് ഈ 2 ലൈന് വരികയാണെങ്കിൽ കാറ്റഗറി ക്ലീൻ ആയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ടും പ്രോപ്പറായിട്ട് ഇങ്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ SP തിന്നർ 2 ഡ്രോപ്പ് അതിൻ്റെ ഹെഡിൽ ഒഴിക്കും. എന്നിട്ട് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യും. അതിൻ്റെ ഹെഡിൽ ക്ലോഗ് ആയിരിക്കണമെങ്കിൽ ഒന്ന് ഡൈല്യൂട്ട് ആവാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. എന്നിട്ട് നമ്മളൊരു ക്ലോത്ത് വെച്ച് വൈപ്പ് ചെയ്ത് കളയും. പ്രോപ്പറായിട്ട് വൈപ്പ് ചെയ്ത് കളയാം. ഹെഡിലും അതുപോലെ തന്നെ ഈ കോണ്ടാക്ട് പോയിന്റ്സിലും ഇങ്ക് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കളയാം. അതിനുശേഷം ഒന്നുകൂടെ വൈപ്പ് ചെയ്ത് കൊടുക്കും. അതുപോലെ 2 സൈഡും ക്ലീൻ ആയിട്ട് കിട്ടും.